ഓക്കെ, കേറിയിട്ട് പോവാം. ആരെയും പരിചയപ്പെട്ടില്ലല്ലോ. പിന്നെ ഒരിക്കലാവട്ടെ, നമ്മൾ വളരെ ലേറ്റായി. ഹായ്, ബൈക്കിൽ ചെത്തി നടക്കാം ഫുൾ ടൈം. ടേക്ക് യുവർ ഫ്രണ്ട്. ഓ, ഞാൻ മറന്നു, നാളെ കൃത്യം 10 മണി റിസോർട്ടിലെത്തുമല്ലോ. ആ, ടേക്ക് യുവർ ഓൺ ടൈം. എല്ലാം ചേർത്ത് വെച്ചൊരു തീരുമാനം, അതിന് വൈകണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ, റോങ് നമ്പർ. ഗുഡ് നൈറ്റ്. വന്നു. എവിടെയായിരുന്നു ഇതുവരെ? ടൗണില് ഷോപ്പിംഗ്. രാവിലെ തൊട്ട് ഇതുവരെ ഷോപ്പിങ്ങോ? നിനക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ? ബൈക്ക് വാങ്ങി തന്നപ്പോഴേ തുടങ്ങിയതാ മനുഷ്യന്റെ ടെൻഷൻ. ഇവളെയും കൂട്ടിപ്പോയി നിന്റെ തലയില്ലാത്ത സ്പീഡുമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വേണ്ട സമാധാനം പറയാൻ. അതെ, ഉത്തരവാദിത്തം ഉള്ളവർക്കേ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. അളിയൻ പറഞ്ഞതിലിപ്പോ എന്താ തെറ്റ്? അതെ, പ്രായമായ പെൺകുട്ടിയാ. അത് നിനക്ക് ഓർമ്മയുണ്ടോ? അല്ല, നാട്ടുകാർ പറയണത് പോട്ടെ, നേരത്തെ വരാൻ ഇറങ്ങിയതാ ഞാൻ കാരണോ താമസിച്ചത്? അത് പിന്നെ പറയാനുണ്ടോ? നിന്റെ കയ്യിലൊരു പത്രം കേട്ടല്ലോ. മതി, വിശന്ന് വലഞ്ഞു കാണും. ചെന്നു വല്ലതും കഴിക്കും മക്കളെ. കഴിച്ചു, വൈകിയപ്പോ ടൗണിൽ നിന്ന് കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കയറിയിട്ടുണ്ടാവും, അതുകൊണ്ടാ നേരം വൈകിയേ. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ നിർബന്ധിക്കില്ലേ ഗൗതം? ഇന്ന് തന്നെ കണ്ടില്ലെങ്കിൽ എന്താ? നേരത്തെ പറയണ്ടേ? ഞാനിന്ന് ഫ്രീയാ. വാട്ട്സ് യുവർ പ്രോബ്ലം? അത് ഞാൻ പറ്റില്ലെങ്കിൽ അത് പറ. ഓക്കെ, ഞാൻ വരാം. കേറ്. ഹായ് മീര. ഹായ് ചാപ്പ്. ഹൗ ആർ യു? ഹായ്. മീര, ഞാൻ പോന്നു. ഡോനോ, ഇവിടം വരെ വന്നല്ലേ, കേറിയിട്ട് പോവാടോ. കമോൺ. ഇല്ല, എനിക്ക് തിരക്കുണ്ട്. തിരക്കോ? കൊള്ളാം. ചിലോട്ട് മാൻ, വാ. വാ നന്ദു, പ്ലീസ്. എന്താ ഇത്? കമോൺ മാൻ, കമോൺ. വാ മീര. What will you have? Coffee or Coke? No thanks. Come on man, have something. Fresh lime engane? Sir. Yeah, one fresh lime and Coke for us. Yes sir. Yeah, thank you. Wrong number. ഒരു മൂഡ് ഔട്ട് ഉണ്ടല്ലോ. യെസ്, എന്തെങ്കിലും വായിച്ചിരിക്കുക. ജസ്റ്റ് എ മിനിറ്റ്, ഞങ്ങൾക്ക് കുറച്ച് സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ട്. ഓക്കെ, കമൺ മീര. നന്ദു, പെട്ടെന്ന് വരാം, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഞാൻ പോവാണ്. മീരയ്ക്ക് വരണേ വരാം. നോൺസെൻസ്. മാനസ് മാൻ, മാനസ്. പറഞ്ഞില്ലേ തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്? പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ്. ഒരു എത്തി നോട്ടോ യാത്ര പറച്ചില്ല. ഒന്ന് വെയിറ്റ് ചെയ്യടോ. റോങ് നമ്പർ. മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ ഗൗതം. കുറച്ചായി സഹിക്കുന്നു. ഒരു റോങ് നമ്പർ.
I'm Nandakumar. You can call me Nandu. You get me? No. I mean, how can Stop you? it. ഷൗട്ടിങ് വേണ്ട. വെയിറ്റ് ചെയ്യുന്നുണ്ടേ ഇരിക്കെ. അല്ലെങ്കിൽ see you. നിന്റെ ഫ്രണ്ട് കൊള്ളാം. സോ അരഗന്റ്. Arrogant. ദേ, എന്നെ കൊണ്ടൊന്നും മീര വരുന്നുണ്ടോ? നന്ദു മീര പ്ലീസ്. വരുന്നില്ല. പറഞ്ഞില്ലേ, ഇത് കുട്ടികളിയല്ല. ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. പ്ലീസ് ഗോ ആൻഡ് ലീവ് us alone. പ്ലീസ് ഗോ. ഗൗതം എന്താ ഇത്? നന്ദു പ്ലീസ്. മീര, this is too much. വിളിച്ച് കേറ്റി ഇരുന്ന് ഇൻസൾട്ട് ചെയ്യുന്നു. സീമിര, എന്താ അവനിങ്ങനെ? ഓ, എന്തേലും ആവട്ടെ. ലീവ് ഇറ്റ്. വി ഹാവ് അവർ ഓൺ പ്രോബ്ലംസ്. ഇല്ല, യു ഇൻസൾട്ടഡ് മൈ ഫ്രണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഞാൻ നോ, അവൻ അവൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. ശരി, സമ്മതിച്ചു. അത് വിട്ടുകള. ലെറ്റ് us കം ടു ദ പോയിന്റ്. എനിക്ക് തീരുമാനം അറിയണം. അത് നീ പറഞ്ഞതിന് കേൾക്കണം. ഇനിയും നീട്ടിക്കൊണ്ട് പോയാൽ എൻ്റെ പ്ലാനൊക്കെ തെറ്റും. പറ, എന്താ നിന്റെ തീരുമാനം? അച്ഛൻ വരട്ടെ. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അത് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. യു ആർ സെൽഫിഷ്, യു ആർ ജെലസ്. ഞാൻ പോവാ. ഏയ് മീര, നിക്ക്, നിക്ക്. എന്താ എന്താ നിനക്ക് പറയാനുള്ളത്? എന്തായാലും പറഞ്ഞോളൂ. അയാളത്ര ശരിയല്ല. ആരാ നന്ദു? മനസ്സിലായില്ലേ? വേഷവും കെട്ടി പൊങ്ങച്ചവും കാണിച്ച് മുറി ഇംഗ്ലീഷും പറഞ്ഞു നടക്കുന്ന തന്റെ ആ ഫ്രണ്ടില്ലേ, മിസ്റ്റർ ഗൗതം, അയാള് തന്നെ. വേഷം കെട്ട് പോട്ടെ, അയാളുടെ പെരുമാറ്റം ഞാൻ അനുഭവിച്ചതാ. അയാള് വെറും ചീപ്പാ. ഞാൻ കണ്ടു. ആഹാ, എന്താ കണ്ടത്? തുറന്നു പറ കേക്കട്ടെ. ഓ, അത് പറയാൻ തന്നെ എനിക്ക് ചമ്മല. അയാൾ ഇത്രക്ക് ചീപ്പാന്ന് അറിഞ്ഞില്ല. ഏയ് പറയടാ, കേക്കട്ടെ. അത് കോളേജ് വിടുന്ന സമയത്ത് ആയിട്ടൊരു ചെത്തലുണ്ട് ഓപ്പലാസ്ട്രയില്. എന്നിട്ട് സൈഡിൽ പാർക്ക് ചെയ്ത് ജയൻ സ്റ്റൈലിൽ ചാരി എന്ന് വായി നോക്കിയൊരു നെൽപ്പും വിമല കോളേജിന്റെ ഫ്രണ്ടില്. അത് വിമൻസ് കോളേജാ. ഓ, കണ്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി. ചീപ്പാ, തനി ചീപ്പ്. ആ, അത് ചീപ്പ് തന്നെയാ. ആ, അത് മാത്രോ? ആ റിസോർട്ടിന്റെ മാനേജർ മനക്കലെ വാസുവട്ടം പറഞ്ഞതാ, അവിടെ ദിവസവും രാത്രി വെള്ളമടിയാ. എന്നിട്ട് ഒക്കെ വാള് വെച്ച് ചളവാക്കും. ഛേ, അറിയില്ലേ? വൊമിറ്റിംഗ്. അല്ല, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക, ശരിക്കും ആരാ ഇയാള്? മീരയ്ക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ഒപ്പം പോകാൻ ധൈര്യം വന്നു? അച്ഛന്റെ വലിയ ഫ്രണ്ടാ. ശരിക്കും പറഞ്ഞാ ഒരു ഫാമിലി ഫ്രണ്ട്. വെറും ഒരു ഫ്രണ്ട്, പക്ഷെ എന്താ അധികാരം? 12 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. സ്കൂളിലും കോളേജിലും ഒക്കെ എൻ്റെ സീനിയർ ആയിരുന്നു. അല്ല, ഇനി വേറെ എന്തെങ്കിലും? അല്ല, ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? സ്റ്റേറ്റ്സിൽ നിന്ന് MBA കഴിഞ്ഞു. മാത്രമല്ല, ലക്ഷക്കണക്കിന് സമ്പാദിക്കാനുള്ളൊരു ജോലിയും കിട്ടി. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. പുള്ളിക്കാരൻ്റെ ഒരു മിനിറ്റിന് ലക്ഷങ്ങളാ വില. പിന്നെ എൻ്റെ അച്ഛൻ മാത്രമല്ല, ഗൗതം നേരിട്ടും എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുക. എന്താ എന്താ പെട്ടെന്നൊരു? എന്നിട്ട് മീര എന്ത് പറഞ്ഞു? ഞാൻ നോന്ന് പറഞ്ഞിട്ടില്ല. എസ് ഒന്നും പറഞ്ഞിട്ടില്ല. ആരാ? രാഘവനോ? മീരമോളെ വിളിക്കണോ? സന്തോഷായിടൂ. പിന്നെ വേണ്ടേ, ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. പിന്നെ അതെ, നാളത്തേക്ക് ഒരു കാർ ഏർപ്പാടാക്കണ്ടേ? ആ, അപ്പൊ ശരി. അവൻ നേരത്തെ എല്ലാം കണക്ക് കൂട്ടിയിരിക്കുന്നു. നിശ്ചയം പൊടി പൊടിക്കണമെന്നാ. എടാ അച്യുതാ, എന്റെ മോള് സുന്ദരിക്കുട്ടിയായല്ലോ, കാണട്ടെ. അച്ഛാ, മാധവ,
ഇങ്ങോട്ട് ഞാൻ എന്റെ കൊച്ചു മോളെ അയച്ചത്. ഇപ്പോ ഇവളൊരു പെണ്ണായിരിക്കണു. മാധവ, എടാ, നീ എന്റെ കാര്യം വളരെ വലിയ ആളായി. എന്നിട്ടെന്താ ഇതൊന്നും കാണാൻ എന്റെ ഭാനുമില്ലാതെ? ഓ, ഞാൻ മറന്നു. ഗൗതം, ആ സോറി ഗൗതം. സോറി. നാട്ടിലെത്തിയാൽ ഞാൻ ആകെ ഉലഞ്ഞു പോകും. എല്ലാം മറന്നു. പരിചയപ്പെടുത്തിയില്ല, ഇത് ഗൗതം. ആള് നിസ്സാരക്കാരനല്ല, ബുദ്ധിരാക്ഷസനാ. ഇവനെ തട്ടിയെടുത്തിരിക്കുകയല്ലേ ഒരു അമേരിക്കൻ കമ്പനി. നമസ്കാരം. നമസ്കാരം. വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് ഇരിക്കുക. ഇല്ല, പിന്നൊരിക്കലാവാം. ഒന്ന് കേറി ഇരുന്നിട്ട് പോവാൻ മോനെ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ദേ വെയിറ്റിംഗ് ഫോർ മീ. ഓ, എന്നാൽ അങ്ങനെ ആവട്ടെ. നാളെ ഞാൻ അങ്ങോട്ട് വരാം. ശരി അങ്കിൾ. ഓക്കെ, ബൈ. ബൈ മീര. Bye. ബൈ എവരിബഡി. ആ, അവന് ആള് ബിസിയാ. അവന്റെ ഒരു മിനിറ്റിന് ഡോളർ കണക്കിനാ വില. ആ. അപ്പോഴേ ഇന്ന് ലക്ഷ്മി അമ്മ ഒരുക്കി തരുന്ന നാടൻ വിഭവങ്ങളും കൂട്ടി ഇലയിലൂണ്. എന്താ അത് പിന്നെ പറയാനുണ്ടോ? ആ, നിനക്കറിയില്ല ജനിച്ചു വളർന്ന ഭൂമിയുടെ സാന്ത്വനം. സാഹചര്യങ്ങൾ നാട് കടത്തിയതാ എന്നെ. ഇത്രയും പോന്ന നിന്നെയും തോളിലിട്ട് ആരും കാണാതെ ഒരു രാത്രി ഞാൻ നാട് വിട്ടോടി. മാധവൻ പോക്കറ്റിൽ തിരികെ തന്ന കുറച്ച് നോട്ടുകൾ മാത്രമായിട്ട്. എനിക്കറിയാം, അച്ഛൻ എത്ര വട്ടം പറഞ്ഞതാ. നിനക്കറിയാം മോളെ, പക്ഷേ കൂടുതൽ ആഴത്തിലറിയണം. മോള് നമ്മുടെ വീട് കണ്ടോ? ഞാൻ പോയിരുന്നു. നിന്റെ അമ്മയെ കണ്ടോ? ഞാൻ വിളക്ക് വെക്കാറുണ്ട്. കരയണ്ട. അവൾ ഉറങ്ങുന്ന മണ്ണിൽ വെച്ച് തന്നെ നിന്റെ കല്യാണം നടത്തണം എന്നായിരുന്നു എനിക്ക്. അതുകൊണ്ടാ നിശ്ചയമെങ്കിലും ഇവിടെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചത്.